അപ്പൊ കൊറേ ദിവസങ്ങൾക്ക് ശേഷം അമ്മാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. പിന്നെ ചെറിയ പെങ്ങളെ വീട്ടിൽ നിങ്ങൾ കണ്ടില്ലേ. ഹലോ ഗൈസ്, അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു യാത്ര പോവാണ്. യാത്ര എന്ന് വെച്ചാൽ ഇമ്മമാനെ കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ അവിടെ അതാ വാവ സാധനം വാങ്ങണട്ടാ. കുറച്ച് സാധനം വാങ്ങിക്കണ്. അപ്പൊ പോരാ തോന്നിയപ്പോ ഒന്നും കൂടി കുറച്ചും കൂടി വാങ്ങാച്ചിട്ട് പോയതാണ്. കുറച്ച് തന്നെ മാങ്ങ വാങ്ങിക്കണ്. അപ്പൊ എന്തെങ്കിലും പഴം എന്തെങ്കിലും വാങ്ങിയാല് അതും കൂടി ആയല്ലോ. അപ്പൊ മിഠായി വാങ്ങിക്കണേ. മിഠായി ഏത് കടയിൽ ചെന്നാലും ആദ്യം ആവശ്യതാണ്. അപ്പൊ ഞങ്ങള് ഇമ്മാനെ കൊണ്ടുവരാൻ പോണേ. ഇമ്മ എന്താ പറയാ വിളിച്ചിരുന്നിട്ടാ, അമ്മ കൊണ്ടുവരാൻ ചെല്ലണം പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പൊ ഞങ്ങള് താത്താന്റെ വീട്ടിലേക്ക് പോവാണ്. ചെറിയ താത്താന്റെ ഇപ്പഴത്തെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ, അപ്പൊ അവിടേക്കാണ് പോണത്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. പൊന്നു പൊന്നു മുന്നിൽ ഇരുന്നാണ് ഫുൾ കളിയാണ്. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ് വീടിട്ടാ. അവിടെ ഇറങ്ങാനയക്കണ്. അപ്പൊ സീറ്റ് ബെൽറ്റ് അയച്ചതാണ് ഓന്. ഓന് ഇന്നെ ബാക്കൊക്കെ ആക്കിയതാണ്. എന്താ ഓൻ സാധനം എന്നറിയോ. അപ്പൊ ഇതാ ഡ്രൈവർ വന്ന്. അപ്പൊ ഞങ്ങള് പോവാണ്. അമ്മാന്റെ അടുത്ത് പോവാണ്. ഇരുട്ടായി കൊറേ നേരമായില്ല. അപ്പൊ ഞങ്ങള് ഡ്രൈവിംഗ് സ്കൂൾക്ക് പോയതേന്ന് അല്ലേ. പെട്ടെന്നാണ് അപ്പൊ ഉമ്മാക്ക് പോരണെന്ന് പറഞ്ഞത്. പോരണെന്ന് പറഞ്ഞ് പിന്നെ ഇപ്പൊ വീട്ടിൽ പോയിട്ട് കൊണ്ടുവരണ നല്ലത് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടാ. ആ കടയിൽ നീന്തപ്പഴം വാങ്ങാൻ ചെന്നപ്പോ ആ കടക്കാരന്റെ വീട്ടിൽ തന്നെ ഉണ്ടായ നീന്തക്കോലയാണെന്ന് പറഞ്ഞേ. മാങ്ങ കുറച്ച് വാങ്ങിക്കണ. അപ്പൊ മാങ്ങ ഒരു ചെറുത് ഭയങ്കര ഒരസ്വസ്ഥത. അപ്പൊ നാടൻ പഴം കിട്ടുകയെന്ന് വെച്ചാല് അടിപൊളിയല്ലേ. അപ്പൊ പൊന്നുവിന്റെ ഞങ്ങളിതാ പറപ്പൂത്തടത്തിലൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടാ. പറപ്പൂത്തടം. അപ്പൊ ഇതാ പറപ്പൂത്തടം. ഇതാണ് പറപ്പൂത്തടം. ഇവിടെ ഉള്ള ആരൊക്കെ ഉണ്ട്. ഞങ്ങളെടുത്ത് കൂടി പോയില്ലേന്ന് പറയും. അത് നമ്മുടെ ലൈവിലും ഒക്കെ വരുന്നാണല്ലേ. പറപ്പൂത്തറാണ് വീട് വീട്. അപ്പൊ ഞങ്ങളിങ്ങനെ പോണ്. ഈ കൂടി അല്ലട്ടാ. നമ്മള് എന്താണ് പഴം വാങ്ങാൻ വേണ്ടി കട തെരഞ്ഞാണ് ഈ റോട്ടിക്ക് ഇറങ്ങി. ഈ റോട്ടിൽ കൂടെ അല്ലേ നമ്മള് പോക്ക്. ബംഗ്ലാങ്കുന്ന് ബംഗ്ലാങ്കുന്ന് വേറൊരു വഴിയുണ്ട്. ആ വഴിന്റെ പേരൊന്നും എനിക്കറിയാം. ശരിക്കും ഒറിജിനൽ പറപ്പൂത്തടം. പൊന്നു ഇതല്ലേ ശരിക്കും പറപ്പൂത്തടം. പൊന്നു ഇതല്ലേ ശരിക്കും പറപ്പൂത്തടം. ഏതാ പിന്നെ അപ്പൊ അത് പറപ്പൂരല്ലേ. ഇത് പറപ്പൂത്തടം. എന്നും മോശമായി. അപ്പൊ റോഡ് നന്നായിക്കണ് ശരിക്കിട്ടാ. അതിപ്പോ നമ്മള് കൊറേ ഇതിൽ കൂടി പോയിട്ട് മുമ്പ് പോകുമ്പോഴൊക്കെ ഈ റോഡ് എപ്പോഴും മോശമായി. അപ്പതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ലുലുവിന്റെ വീട് കഴിഞ്ഞല്ലോ. ലുലുവിന്റെ വീട് ഇത് അടുത്തത്. പൊന്നൂന് മദ്രസയിൽ നബിദിനപ്പ സ്കൗട്ട് ഒന്നുമില്ല. ഇതാണ് ഞങ്ങളെ അയൽവാസിന്റെ മരോളെ വീട്. ലുലുവിന്റെ വീട്. ഇഷ്ടാണ് കുട്ടിമോന്റെ നിങ്ങളെ കുട്ടിമോന്റെ ഇന്നലത്തെ വീഡിയോ അറിഞ്ഞ ബാവാക്കാന്ന്. അതിന്റെ മെരോളല്ലേ. മെരോളല്ല മോളൻ. മെരോളാണ് പേരെങ്കിലും മോളാണ്. അങ്ങനെയാണ്. അതാ ഈ റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നേരം ഒന്നും കാണാൻ പറ്റൂല. അനീഫാക്ക ഈ റോഡിലൂടെ അനീഫാക്കാന്റെ ഒരു പേരുമില്ലല്ലോ അല്ലേ. എന്തേ പറ്റിയെന്നാവുന്ന അന്വേഷിക്കണല്ലോ. പറയാൻ പറ്റൂല. ഇങ്ങനെ വിവരമില്ലാതെ നമ്മൾ അന്വേഷിക്കണം. പിന്നെ ഇവിടെ പ്രമോദ് വീട്ടിലുള്ള ഇടുങ്ങിയ റോഡാട്ടായി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇതിൽ കൂടി വണ്ടി ഉണ്ടാവാനായിട്ടാ. അതിൽ കൂടി ടിപ്പർ കൊണ്ടാണ് പണി. ഞാൻ ഇതിൽ കൂടി കുഞ്ഞോളെ വീടിന്റെ ഫുള്ള് പണിക്ക് നല്ല കയറ്റുമാണ്. ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയെന്ന ഭയങ്കര ഡേഞ്ചറാണ്. കാരണം എവിടേക്കും കയറ്റാനില്ല, ഒരു സൈഡ് കൊടുക്കാനില്ല. കുറച്ചിങ്ങനെ മേലേക്ക് കയറിയപ്പോ ഇഞ്ഞും ടൈറ്റാനാണ്. ഇഞ്ഞും വീതി വീണ്ടും കുറയും. അടക്ക വീതി കുറവാനാണ്. ചെറിയ ഇടവഴിയുമായിട്ടാണ്. ഈ കയറ്റ ലോഡിൽ നമ്മളിട്ട് ഓണടിച്ചിക്കണം അങ്ങോട്ട് കേറി വരവാണ്. ഓണടിച്ച് താടി വേണമെങ്കിൽ കലീബ ഇങ്ങനെ ജീവിക്കാം. പാഞ്ഞോളടാന്ന് പറഞ്ഞിട്ട് പോരലാണ്. അജാതി പോരല് വരലാണ്. പാമ്പാളെ അല്ലല്ലോ. എങ്ങനെ കിടക്കുന്നുണ്ട്. പാമ്പല്ല, അവിടെ തോലിട്ടിക്കണ്. ഇനി തിരിച്ചണ്ടേ. അപ്പൊ ഇവിടെ ഒറ്റടിക്കാണ് തിരിയില്ലട്ടാ. അങ്ങോട്ടാണ് പോവാണ് കേട്ടാ. അപ്പൊ
ഞങ്ങള് അപ്പൊ ഞങ്ങള് ഇറങ്ങിയാണ്. പോയി വരാട്ടാ. വീട്ടുകാരെ വണ്ടി പോകില്ല, ഇവിടെ ഇങ്ങനെ സൈഡാക്കിട്ടാണ് നടന്നു പോകണം. ശരി എടുത്തോ. അതാ നമ്മളെ താത്താന്റെ വീടെത്തി. മുന്നൊരു കീസൈറ്റ് മുമ്പിലുണ്ട്. എന്റെ അടുത്തൊരു കീസും കൂടി ഉണ്ട് കേട്ടാ. താത്ത ഞങ്ങള് വരുന്ന് പറഞ്ഞത് കലത്തപ്പം ഉണ്ടാക്കി നല്ല അടിപൊളി കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാ. ചായ ഇതാ, കട്ടൻ ചായ, അടിപൊളി ചായ. എന്താ അലേങ്കതാ, അല്ലെങ്കിൽ എന്തൊക്കെയാ വിശേഷങ്ങള്? നിങ്ങളെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചോദിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചോദിക്കും. അപ്പൊ അതാണ് അളിയന്. ഞാൻ മസ്കറ്റിൽ പോയി എന്നൊക്കെ പറഞ്ഞു. എന്നെ മസ്കറ്റിൽ കൊണ്ടുപോയ ആളാണ്. അങ്ങനെ 10 വർഷം ആദ്യമായിട്ട് അലേങ്കാണ് ഗൾഫിക്ക് കയ്യിലടിച്ച് കിട്ടുന്നത്. ഇവിടെ അലമ്പാട്ടിട്ട് കൊണ്ടുപോയതല്ലേ അലേങ്ക? ആണ്. ആ ഇവിടെ അലമ്പാട്ടിട്ട് കൊണ്ടുപോയതല്ലേ? പൊന്നോടെ മാടനാണത്. നിച്ചോ ഇവിടെ വാ, എന്നെ കാണാനാണ്. ഒരു ആയി പറഞ്ഞോളാം. ഇത് താത്താന്റെ മോനെ. അപ്പൊ ഞങ്ങൾ ചായ അടിച്ചനെ. മൂത്ത ആളും നമ്മളെ മുത്തും കൂടിയാണ് അവിടെ ഉള്ളത്. ആ അതന്നെ, ആലുവയിലുള്ളത് മൂത്താള്. മൂത്താള് ഈ താത്തയുടെ മൂത്താള്. ഇതല്ലെങ്കിൽ ഇവന്റെ എൻഗേജ് ആണ് കഴിഞ്ഞായിട്ട് നാള്. ശനിയാഴ്ച വരാ. അപ്പൊ താത്ത ഞങ്ങളെ കൊടന്നാക്കാൻ വന്നതാ. നിങ്ങൾ പോവല്ലേ, നിക്കാൻ പറ്റൂല. നിച്ചു ആ സ്കൂളില്ലാത്തൊന്നും വന്നില്ല. അപ്പൊ ഞങ്ങള് പോയിട്ടാ. അപ്പൊ ഞങ്ങള് പോയി. കേട്ടിക്കണേ ആ അടിച്ചെടുത്ത് മാളോ. എന്താ ചെയ്യണേ? ഞാൻ താത്ത നോക്കിക്കണ എടുത്ത കണ്ണൂല. അപ്പൊ കൊറേ ദിവസങ്ങൾക്ക് ശേഷം അമ്മാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. പിന്നെ ചെറിയ പെങ്ങളെ വീട്ടില് നിങ്ങൾ കണ്ടില്ലേ? എത്ര ആളെ ഉമ്മാന്റെ പാടുന്ന അമ്മക്ക് സുഖല്ലേ അമ്മ? അതെ, നിങ്ങളെ പറ്റി എത്ര ആളാ ചോദിക്കണു അറിയുക. അപ്പൊ നിങ്ങളോട് കൊറേ ആൾക്കാർ സലാം പറഞ്ഞിട്ടുണ്ട്. ഒരു വാലേക്കും മുസ്സലാങ്ങൾ പറഞ്ഞേ. അപ്പൊ ഇത് ഉമ്മാനെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഉമ്മാനതാ കാണിക്കണേ. ഉമ്മാന്റെ എന്താ പറയാ അസുഖങ്ങളൊക്കെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, അൽഹംദുലില്ലാ. ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യം ദീർഘായുസിന് എല്ലാവരും പ്രാർത്ഥിക്കണം ഉമ്മാക്ക് വേണ്ടിയിട്ട്. കുറെ ആൾക്കാർ ഉമ്മാനപ്പം ഇതിന്റെ ഇടയിലൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ എല്ലാരും കണ്ടോളൂ. അതെ, അപ്പൊ ഞങ്ങള് പോന്ന് ഇനി നമ്മളെ വീട്ടിലേക്ക് പോവാണ്. അൽഹംദുലില്ലാ എല്ലാം റാഹത്താണ് അല്ലേ? അപ്പൊ ഞങ്ങള് ഉമ്മാനായിട്ടൊക്കെ വന്ന് ഇമ്മ ഇറങ്ങിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ എന്തൊക്കെയോ വർത്തമാനത്തിലൊക്കെ ഇഷ്ടമല്ലേ രാത്രിയല്ലേ. അപ്പൊ പിന്നെ എന്താ പറയാ, ഉമ്മ പോയി, ഇമ്മ കിടന്നുണ്ടാവും. അപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. താത്താൻ്റെ കൂടെ പോയി അൽഹംദുലില്ലാ അല്ലേ? ഒന്നാമത് പൊന്നൂന് പനിയൊക്കെ ആയിട്ട് ഒരു കഥ. പൊന്നൂന് പനിയായിട്ടൊരു സുഖമില്ല. അവന് നല്ല പനിയും കഫക്കെട്ടും ജലദോഷവും കോരയും പിന്നെ ഭയങ്കര ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ള മാതിരിയൊക്കെ ഉണ്ട്. അപ്പൊ നാളാവുന്ന ഛർദിക്കലും ഒക്കെ കൂടി ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഒരു മനസ്സമാധാനം ഇല്ലാതെ അപ്പൊ സംസാരിക്കേണ്ട കാര്യം. ചില നേരം നല്ല സംസാരം. മക്കള് തന്നെ നമ്മളെ മയക്കില്ലല്ലോ, ഓല് ക്ഷീണം കാട്ടൂലല്ലോ. ഒരു തല പൊന്തിയ ഓല് ആക്റ്റീവ് ആവും. ചില നേരത്തെ ആള് ഇതൂല്ലേ ഛർദിക്കാൻ വരണേ, ഗ്യാസിന്റെ അസുഖം ഉണ്ട്. അപ്പൊ അല്ലേ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. ഇമ്മ വന്ന് ഉമ്മാക്ക് എന്താ പറയാ, ഉമ്മക്ക് കൊറേ ദിവസമൊക്കെ നമ്മള് വിളിച്ചാലോ തുടങ്ങിയിട്ട് ഇല്ലേ? കൊറേ ദിവസം ഇപ്പൊ താത്ത എപ്പോഴും പറയും 2 ദിവസം കൊണ്ട് കഴിഞ്ഞോട്ടെ. അന്ന് ഏതായാലും ഇറങ്ങിയല്ലേ, ഇപ്പൊ പോരണം തന്നെ കൊടുന്നതാണ്. അവിടെ ചെന്നപ്പോ പോരാനുള്ള വലിയ പൂതിയൊന്നും ഇല്ല. അപ്പൊ ഏതായാലും നമ്മൾ ചെന്നില്ല, ഇഞ്ഞും പോണ്ടേ. അപ്പൊ പോരി ഇറങ്ങിക്കാണ്ട് ഏതായാലും പോന്ന്. അവർക്ക് തീരെ പൂതി താത്താക്ക് പറഞ്ഞേക്കാന്. അവിടെ ഒരു ഉമ്മയുണ്ട്, രണ്ടാളും കൂടി അങ്ങനെ അമ്മനടിച്ചിക്കാണ്ട്. അപ്പൊ അങ്ങനെ ഏതായാലും പോയി വന്ന്. മുറുക്കാൻ കമ്പനി അല്ലല്ലേ? മുറുക്കാൻ കമ്പനി അല്ല, മുറുക്കാൻ അമ്മക്ക് മറ്റേനുള്ളൂ, വീട്ടിലടക്കം മുറുക്കാനേ. അതിന് മറ്റേ പെങ്ങന്മാരുടെ രണ്ടാമത്തെ പെങ്ങന്മാർ അവിടെ ഉണ്ട് കമ്പനി. അമ്മാന്റെ അടുത്തല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ.
ഞങ്ങളെ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ അതെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു പോക്ക് പോയതാണ്. പെട്ടെന്ന് ഞങ്ങള് ഡ്രൈവിങ്ങിന് പോയപ്പോഴേ അവിടേക്ക് വിളിച്ചു അല്ലേ, അങ്ങനെ വിളിച്ച് ഇമ്മ ജിവാ ബാവാ ഞാൻ പോരുന്നുണ്ട്. ഞങ്ങൾ എത്ര വിളിച്ചുമ്പോഴും ഉമ്മ ഇല്ല അറിയാം. അപ്പൊ ഉമ്മന്നെ ഇങ്ങോട്ട് വിളിച്ചാണ് അങ്ങോട്ട് ബാ എന്ന്. അപ്പൊ അങ്ങനെ ഡ്രൈവിങ്ങിന് പോയിക്കാണ്ട് അങ്ങനെ നേരെ അങ്ങനെ ഉമ്മാനെടുക്കാൻ പോയി, ഉമ്മാനായിട്ട് വന്ന്. കുറെ ആൾക്കാര് ലൈവിലും കാര്യത്തിലൊക്കെ ചോദിക്കലുണ്ട് ഉമ്മാനെ. അപ്പൊ ഉമ്മ ഈ വീഡിയോയിലുള്ളതുകൊണ്ട് വീടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. എന്തായാലും പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളെ ലൈക്ക് കാണുമ്പോഴാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു മനസ്സിക്ക് ഒരു സന്തോഷമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള, ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സന്തോഷമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ. ബൈ.